എല്ലാ കമ്മ്യൂണിസ്റ്റ് വിരുദ്ധ ശക്തികളുടെ പിന്തുണയോടുകൂടി പ്രവർത്തിച്ച കോടാലി കൈയായി നിലകൊണ്ട ആളുകളും ചരിത്രത്തിന്റെ ചവറ്റുകൊട്ടയിലാണ് വലിച്ചെറിയപ്പെട്ടിട്ടുള്ളത് എന്ന കാര്യം മറക്കണ്ട. നമസ്കാരം. ഞാനും രൈരുനായരും കൂടി വൈരുദ്ധ്യാത്മിക ഭൗതികവാദത്തെപ്പറ്റി പറഞ്ഞ് തലയറിഞ്ഞ് ചിരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു എന്ന് പതിറ്റാണ്ടുകൾക്ക് മുമ്പ് VKN എഴുതിയിട്ടുണ്ട്. അന്ന് ചിന്തിച്ചത് ഇത്രയും തലയറിഞ്ഞ് ചിരിക്കേണ്ട സാധനമാണോ, ഒരു മഹത്തായ സാധനമല്ലേ അത് എന്നായിരുന്നു. ഇപ്പോൾ വീണ്ടും VKN ഓർത്തത് MV ഗോവിന്ദൻ മാഷിൻ്റെ പ്രസംഗം കേട്ട് ആളില്ലാ കസേരകൾ തലതല്ലി ചിരിക്കുന്നത് കണ്ടപ്പോഴാണ്. അണപ്പല്ലുകൊണ്ട് ഞറമിയും മുൻപല്ലുകൊണ്ട് ചിരിച്ചും സഖാവ് ഗോവിന്ദൻ പ്രഖ്യാപിച്ചിരിക്കുന്നു, കൂട്ടരെ, കുഞ്ഞുകൃഷ്ണൻ്റെ സ്ഥാനം ചരിത്രത്തിൻ്റെ ചവറ്റുകൊട്ടയിലായിരിക്കും. ബൂർഷകൾക്കും കമ്മ്യൂണിസ്റ്റ് വിരുദ്ധ ശക്തികൾക്കും വേണ്ടി പ്രവർത്തിക്കുന്ന കുഞ്ഞുകൃഷ്ണൻ ചെയ്ത തെറ്റ് എന്തോന്നാണ് സഖാവേ? രക്തസാക്ഷി ഫണ്ടിൽ നിന്നും കോടികൾ മുക്കിയ സഖാക്കളെ പാർട്ടിയുടെ ആൾമറയിൽ നിന്നും പുറത്തു കൊണ്ടുവന്നു. കുഞ്ഞുകൃഷ്ണൻ ഉത്തമനായ കമ്മ്യൂണിസ്റ്റ് അല്ല എന്ന് ജില്ലാ സെക്രട്ടറി KK രാഗേഷ് പറഞ്ഞു. കോടാലിക്കൈ എന്ന് ഗോവിന്ദൻ പറയുന്നു. ഞങ്ങളുടെ കണക്ക് ഞങ്ങൾ ജനങ്ങളോട് പറയുമെന്ന് ജയരാജൻ പറയുന്നു. നാളെ പിണറായി വന്ന അവസാനത്തെ ആണി അടിച്ചുകൊണ്ട് പറയും, കുലംകുത്തി എന്നും കുലംകുത്തി തന്നെ. അതോടെ മാഷാള്ള സ്റ്റിക്കർ പതിച്ച ഇന്നോവയിൽ സഖാവ് കൊടിസുനിയും കിർമാണി മനോജും പയ്യന്നൂർക്ക് പുറപ്പെടുന്നതായിരുന്നു നടപ്പ് രീതി. കൊല്ലപ്പെട്ട രക്തസാക്ഷിയുടെ ഭാര്യ തന്നെ നേരിട്ടെത്തി ഗോവിന്ദനെ ഷാൾ അണിയിച്ച് സ്വീകരിച്ചു കഴിഞ്ഞു. രക്തസാക്ഷികൾ അനശ്വരന്മാരെന്ന മുദ്രാവാക്യം ദിഗന്തം പൊട്ടുമാർ ഉച്ചത്തിൽ അണികൾ അവിടെ മുഴക്കുകയും ചെയ്തു. അതോടെ ജനങ്ങൾക്കുണ്ടായിരുന്ന സകല സംശയങ്ങളും മാറിക്കിട്ടി. രക്തസാക്ഷിയുടെ ഭാര്യ ഇതാ പാർട്ടി സെക്രട്ടറിയെ സ്വീകരിക്കുന്നു. ഈ പാർട്ടിക്ക് എന്തെങ്കിലും വിധത്തിൽ കളങ്കമുണ്ടെങ്കിൽ അവരത് ചെയ്യുമോ? വിപ്ലവം ജയിക്കട്ടെ. LDFിൻ്റെ വടക്കൻ മേഖല വികസന മുന്നേറ്റ ജാഥയ്ക്ക് ഗോവിന്ദൻ മാഷാണ് തുടക്കം കുറിച്ചിരിക്കുന്നത്. രക്തസാക്ഷിയായി ധൻരാജിൻ്റെ ഭാര്യയെ പ്രകോപിപ്പിച്ചോ ഭീഷണിപ്പെടുത്തിയോ കൊണ്ടുവന്ന് മാഷിന് മാലയിടിയിപ്പിച്ചു. ഗോവിന്ദൻ തുടങ്ങിവെച്ചത് എന്തുണ്ട് പരാജയപ്പെട്ടിട്ടുള്ളത്? ജനങ്ങൾ ഈ പാർട്ടിയെ ചവറ്റുകൊട്ടയിൽ തള്ളാതിരുന്നാൽ ഭാഗ്യം. ഗോവിന്ദൻ്റെ സ്ഥാനം ചവറ്റുകൊട്ടയിലല്ല, അപ്പക്കൊട്ടയിലാണ്. അല്ല മാഷേ, ഈ കുഞ്ഞുകൃഷ്ണനെ ചവറ്റുകൊട്ടയിൽ എറിഞ്ഞിട്ട് പിന്നെ നിങ്ങൾ എന്തിനാണ് ജനങ്ങൾക്ക് മുമ്പിൽ കണക്ക് പറയാൻ വരുന്നത്? ജില്ലാ സെക്രട്ടറി KK രാഗേഷ് പറഞ്ഞത് പാർട്ടി പിരിക്കുന്ന പണത്തിൻ്റെ കണക്ക് പൊതുജനങ്ങളോട് പറയേണ്ട കാര്യമില്ല എന്നായിരുന്നു. ആരോടും കണക്ക് പറയേണ്ട ബാധ്യതയില്ലാത്ത പാർട്ടി പിന്നെ എന്തിനാണ് കണക്ക് പറയാൻ തീരുമാനിച്ചത്? കണക്ക് അവതരിപ്പിച്ച് കഴിയുമ്പോൾ രക്തസാക്ഷിയുടെ കുടുംബം കാശ് അങ്ങോട്ട് കൊടുക്കേണ്ടി വരുമോ എന്നാണ് സംശയം. കുഞ്ഞുകൃഷ്ണൻ ലക്ഷങ്ങൾ വെട്ടിച്ചുവെന്നും ചിലപ്പോൾ പാർട്ടി കണ്ടെത്തിയേക്കും. പണ്ടൊരു കണക്കൻ പള്ളിക്കണക്ക് എഴുതിയതിനെപ്പറ്റി ഒരു ഫലിതം ക്രിസോസ്റ്റം തിരുമേനി പറഞ്ഞിട്ടുണ്ട്. പരിശുദ്ധ പിതാവിനെ വെടിവെച്ച് കൊണ്ടുവന്ന വകയിൽ ചെലവ് 150K. ഇതുപോലെ പാർട്ടി കണക്കെഴുതും. വലതുപക്ഷത്തിൻ്റെ കൈക്കോടാലിയായി മാറിയ കുഞ്ഞുകൃഷ്ണൻ എന്ന വർഗവഞ്ചകൻ്റെ വീടിന് നേരെ ബോംബെറിഞ്ഞ വകയിൽ ചെലവ് 1.5 ലക്ഷം K. പടക്കമായി പരിണമിക്കുന്ന ബോംബാണ് പാർട്ടി എറിയുന്നതെല്ലാം. ആ വീട്ടിൽ ശിശുക്കൾ മാത്രമുള്ളപ്പോഴായിരുന്നു ബോംബേറ്. കണ്ണൂരിലെ കുഞ്ഞുങ്ങൾ അതിൻ്റെ പിഞ്ചിളം കാതുകൾ കൊണ്ട് തന്നെ ചെറു ബോംബുകളുടെ ശബ്ദം കേട്ട് വളരേണ്ടവരാണ്. അല്ല ധീരരാം സഖാക്കളെ, നിങ്ങളപ്പോൾ വർഗവഞ്ചർ പറയുന്നത് കേട്ട് പേടിക്കും അല്ലേ? പൊതുസമൂഹത്തെപ്പറ്റി നിങ്ങൾക്കും ഒരു ചുക്കും അറിയില്ല, അതാണ് കാരണം. പാർട്ടിയുടെ കള്ളക്കണക്കും കള്ളത്തരവും പുറത്തു പറഞ്ഞ കുഞ്ഞുകൃഷ്ണൻ വർഗവഞ്ചകൻ. കോടാലിക്കൈ. ശബരിമലയിലെ സ്വർണം മുഴുവൻ കട്ടുതിന്ന് പാർട്ടിക്കാർക്ക് വീതം വെച്ച് നൽകിയ കോപ്പർ പത്മൻ ഉത്തമനായ കമ്മ്യൂണിസ്റ്റുകാരൻ. രക്തസാക്ഷികളുടെ ചുടിചോര വരെ നക്കുന്ന ഈ പ്രസ്ഥാനം ധനലാഭത്തിനായി എന്തും ചെയ്യുന്നവരാണ്. വയനാട് ദുരന്തത്തിൽ മരിച്ചവരുടെ അടക്കം നടത്താൻ ചെലവായ തുകയുടെ കണക്ക് കേട്ട് ഞെട്ടിയവരാണ് നമ്മൾ. ഒരു എളുപ്പമില്ലാതെ മുഖ്യമന്ത്രി എത്രയെത്ര കോടികളുടെ കണക്കാണ് അന്ന് അവതരിപ്പിച്ചത്. വർഗവഞ്ചകനായ കുഞ്ഞുകൃഷ്ണൻ്റെ പുസ്തകത്തിൻ്റെ പേര് നേതൃത്വത്തെ അണികൾ തിരുത്തണം എന്നായിരുന്നു. പുസ്തകം ഇറങ്ങും മുമ്പ് നേതൃത്വം യു-ടേൺ അടിച്ചു കഴിഞ്ഞു. കണക്ക് പുറത്തുവിടാൻ അവർ തീരുമാനിച്ചു. ഗോവിന്ദൻ്റെ വടക്കൻ മേഖലാ ജാഥ കണ്ട് കാലിക്കസേരകൾ ഒരുമാതിരി ഏഭ്യച്ചിരി ചിരിക്കുകയാണ്. ഗോവിന്ദൻ്റെ പരിപാടികൾക്ക് പോകാൻ കസേരകൾക്ക് പോലും മടിയാണിപ്പോൾ. ഏതെങ്കിലും കൊള്ളാവുന്ന ഒരുത്തൻ ചെന്ന് ഇരിക്കുമ്പോഴാണ് കസേരകളുടെ മനസ്സിന് മോക്ഷം ലഭിക്കുന്നത്. ഇവിടെ അത് സംഭവിക്കുന്നില്ല. എന്താ മാഷേ കസേരകളിൽ ആളില്ലാതെ പോയതെന്ന് ഗോവിന്ദനോട് ചോദിച്ചാൽ പറയും, ആര് പറഞ്ഞു ആളില്ലായിരുന്നുവെന്ന്? നിങ്ങൾ കൈരളി നോക്കൂ, ദേശാഭിമാനി നോക്കൂ. വലതുപക്ഷ മാധ്യമങ്ങൾ ഇപ്പോൾ പ്രചരിപ്പിക്കുന്നതെല്ലാം AI ചിത്രങ്ങൾ മാത്രമാകുന്നു.